പേജ് നമ്പർ 27 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ക്വസ്റ്റ്യന് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനാണ്. നോക്കണം. സം ഓഫ് 11th ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 80. 80 കിട്ടിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ 16th ടേം? അങ്ങനെയെങ്കിൽ 16ാമത്തെ ടേം എത്രയാണ് എന്നാ ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് T11 പ്ലസ് T21 ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്? 80. സം ആണ് പറഞ്ഞിരിക്കുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലായി. സം ഓഫ് ദ 11th ആൻഡ് 21st ടേം, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 80 കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് T11 ആദ്യമായിട്ട് എഴുതാം. എങ്ങനെ? T11 ഈക്വൽ ടു A പ്ലസ് 10D. ഓക്കെ ആണല്ലോ. അതുപോലെ T21 എഴുതാം. ഒരെണ്ണം കുറച്ച് എഴുതിയാൽ മതി കേട്ടോ. എപ്പോഴായാലും ഞാൻ കുറേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കുറച്ച് എഴുതുക. A പ്ലസ് 20D കിട്ടിയല്ലോ. ഇത് രണ്ടും കൂടെ സമ്മ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 80. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തോ കിട്ടിയെന്നാണ് പറഞ്ഞത്? 80. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. A പ്ലസ് 10D പ്ലസ് A പ്ലസ് 20D ഈക്വൽ ടു 80. ക്ലിയർ? എളുപ്പമാണ്, നമുക്കിനി ചെയ്യാം. എ എത്ര ഉണ്ട് നോക്കി? 2A ഉണ്ട്. നമുക്ക് 2A പ്ലസ് 10Dയും 20Dയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30D ഈക്വൽ ടു 80. കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് എന്താ കോമൺ ആയിട്ട് നിങ്ങൾക്ക് 2നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള രീതി. ആദ്യം ഞാൻ ഇത് പറയാം. ഇതിൽ നിന്നും 2നെ പുറത്തെടുക്കുക. കോമൺ ആയിട്ട് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. A പ്ലസ് ഇവിടുന്ന് 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ പിന്നെ വേറെ ഒന്നുമില്ല, A ഉള്ളൂ. 30യിൽ നിന്ന് എടുക്കുമ്പോൾ 15D. നോക്കി, 2 × 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, 30 തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക. ഇനി 80. അപ്പം A പ്ലസ് 15D ഈക്വൽ ടു 80/2 എന്തോ കിട്ടി നിങ്ങൾക്ക്? 40. അപ്പം നിങ്ങളുടെ T16 16ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചു. A പ്ലസ് 15D എന്ന് പറയുന്നതാണ് 16ാമത്തെ ടേം. അതെന്താണെന്ന് പറഞ്ഞു? 40. ഇതല്ലേ നമ്മുടെ ആൻസർ? കിട്ടിയോ? അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ഇതിനെ വേറൊരു രീതിയിലും ചെയ്യുന്ന രീതി കാണിച്ചു തരാം.